ഹലോ എവരിവൺ. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് ഹുസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ടേം ഹൈഡ്രോ കാർബൺ ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി വിച്ച് മീൻസ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നതാണ് കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്ന കോമ്പൗണ്ട്സ്. അതിനാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോ കാർബൺസ് പ്ലേ എ കീ റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്. You must be familiar with the terms LPG and CNG used as fuels. എന്താണ് ഹൈഡ്രോ കാർബൺസ് നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. LPG CNG നമ്മൾ ഫ്യൂൽസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. LPG is the abbreviated forms of liquefied petroleum gas, where CNG stands for compressed natural gas. Under term LNG, liquefied natural gas, is also in use. അപ്പോൾ എന്താണ് ഈ LPG CNG LNG എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. LPG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG എന്ന് പറയുന്നത് കംപ്രസ് നാച്ചുറൽ ഗ്യാസ്, LNG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഇതെല്ലാം ഹൈഡ്രോ കാർബൺസിൽ വരുന്ന സാധനങ്ങളാണ്. ദിസ് ഇസ് ഓൾസോ എ ഫ്യൂൽ ആൻഡ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ ലിക്വിഫാക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഇപ്പൊ നാച്ചുറൽ ഗ്യാസിനെ നമ്മൾ ലിക്വിഫൈ ചെയ്തുണ്ടാക്കുന്നതാണ് LNG എന്ന് പറയുന്ന സാധനം. പെട്രോൾ, ഡീസൽ ആൻഡ് കെറോസിൻ ഓയിൽ ആർ ഒബ്റ്റൈൻഡ് ബൈ ദി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം ഫൗണ്ട് അണ്ടർ ദി എർത്ത് ക്രസ്റ്റ്. അപ്പൊ എന്താണ് എർത്തിന്റെ ക്രസ്റ്റിനകത്ത് നമ്മൾ പെട്രോളിയം, ആ പെട്രോളിയത്തിന് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് എന്ത്? ഈ പെട്രോൾ, ഡീസൽ, കെറോസിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കോൾ ഗ്യാസ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ ദി ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ. അപ്പൊ കോളിന്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് കോൾ. നാച്ചുറൽ ഗ്യാസ് ഇസ് ഫൗണ്ട് ഇൻ അപ്പർ സ്ട്രേറ്റ ഡ്യൂറിംഗ് ഡ്രില്ലിംഗ് ഓഫ് ഓയിൽ വെൽസ്. ഓയിൽ വെൽസിന്റെ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ ആ വെല്ലിന്റെ മേലിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ്, മേൽഭാഗത്ത് അതിന് കിട്ടുന്ന സാധനമാണ് ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന സാധനം. LPG is used as a domestic fuel with the least pollution. ഇപ്പൊ LPG നമുക്കറിയാം, LPG സിലിണ്ടർ ഒക്കെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കെറോസിൻ ഓയിൽ ഇസ് ഓൾസോ യൂസ്ഡ് as a domestic fuel but it causes some pollution. അപ്പം കെറോസിൻ എന്ന് പറയുന്നത് എന്താണ്? അതും ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിനെന്താണ്, അതിന് LPG-നെക്കാളും പൊല്യൂഷൻ കൂടുതലാണ്. Automobiles needs fuels like petrol, diesel and CNG. Petrol and CNG operated automobiles cause less pollution. ഇപ്പൊ എന്താണ് ഈ പെട്രോൾ, ഡീസൽ, CNG ഇതെല്ലാം നമ്മൾ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പെട്രോളിനും CNG-ക്ക് എന്താണ് പൊല്യൂഷൻ കുറവാണ് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. All these fuel contain mixture of hydrocarbons which are sources of energy. ഇപ്പൊ പറഞ്ഞിരുന്നത് എന്താണ്? ഈ പറഞ്ഞ ഫ്യൂൽസ് എല്ലാം എന്താണ്? ഹൈഡ്രോകാർബൺസ് ആണ്. Hydrocarbons are also used for the manufacture of polymers like polythene, polypropylene, polystyrene. ഇങ്ങനെയുള്ള പോളിത്തീൻ, പോളിപ്രോപ്പീൻ, പോളിസ്റ്റൈറീൻ പോലുള്ള പോളിമേഴ്സിന്റെ മാനുഫാക്ചറിന് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാറുണ്ട്? ഹൈഡ്രോകാർബൺസ് ഉപയോഗിക്കാറുണ്ട്. ഹയർ ഹൈഡ്രോകാർബൺസ് ആർ യൂസ്ഡ് സോൾവെന്റ്സ് ഫോർ പെയിന്റ്സ്. പെയിന്റ്സിന്റെ സോൾവെന്റ് ആയിട്ട് നമ്മൾ ഹൈഡ്രോകാർബൺസ് ഉപയോഗിക്കാറുണ്ട്. ദേ ആർ ഓൾസോ യൂസ്ഡ് ദി സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് മെനി ഡൈസ് ആൻഡ് ഡ്രഗ്സ്. ഇപ്പോൾ കുറെ ഡൈകളുടെയും ഡ്രഗുകളുടെയും മാനുഫാക്ചറിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഹൈഡ്രോകാർബൺസ് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് എന്ത്? ഹൈഡ്രോകാർബൺസ് നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, hydrocarbons are of different types. Depending upon the type of carbon-carbon bonds present, they can be classified into 3 main categories. അപ്പോൾ അവിടെ ഹൈഡ്രോകാർബൺസിലുള്ള കാർബൺ കാർബൺ ബോണ്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹൈഡ്രോകാർബൺസ് എന്താണ് 3 ആയിട്ട് തിരിക്കാം. എന്താണ്? ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, 2 അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, 3 ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ നോക്കാം. ഓക്കെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് കണ്ടെയ്ൻ കാർബൺ കാർബൺ ആൻഡ് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്സ്. ഇപ്പൊ എന്താണ്? കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബൺസ്, അതാണ് എന്ത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. If different carbon atoms are joined together to form open chain of carbon atom with single bonds, they are termed as alkanes. ഇപ്പൊ എന്താണ്? നമുക്ക് കുറേയധികം കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഓപ്പൺ ചെയിൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആൽക്കെയിൻസ് എന്ന് കേട്ട് ആലോചിക്കണം. അതിനകത്തുള്ള കാർബൺ കാർബൺ ബോണ്ടുകളെല്ലാം എന്താണ്? സിംഗിൾ ചെയിനുമാണ്, മാത്രമല്ല അതൊരു ഓപ്പൺ ചെയിനും ആയിരിക്കും. On the other hand, if carbon atoms form a closed chain or a ring, they are termed as cycloalkenes. ഇപ്പൊ ഓപ്പൺ ചെയിൻ അല്ല, പകരം അവരുടെ എൻഡ് തമ്മിൽ എന്താണ്? മുട്ടി മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അത് നമ്മൾ വിളിക്കുന്നതാണ് സൈക്ലോ ആൽക്കീൻസ്. ഓക്കെ, അടുത്ത അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് കണ്ടെയ്ൻ കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സ്. കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. അതെന്താവും? ഡബിൾ ബോണ്ട് ആവാം, ട്രിപ്പിൾ ബോണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഒരുമിച്ചും വരാം. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആർ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ്.
you can construct a large number of models such molecules of both open types, keeping in mind that carbon is tetravalent and hydrogen is monovalent. So the aromatic hydrocarbons is a special type of cyclic compound. Okay. For making models of alkanes, you can use toothpicks for bonds and plasticine balls for atoms. Alkanes in the structure ടൂത്ത് ഉപയോഗിക്കാം. വെച്ചാൽ കാർബൺ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ കാർബൺ ടെട്രാവാലന്റ് ആണ്. ഒരു കാർബൺ 4 ബോണ്ട് ഉണ്ടാക്കും. അത് മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഫോർ ആൽക്കീൻസ്, ആൽക്കൈൻസ് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് സ്പ്രിംഗ് മോഡൽസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, മോഡൽസ് ഉണ്ടാക്കാന്ന് പറയുന്നില്ല. ഓക്കെ, അടുത്ത പറയാം ആൽക്കൈൻസ്. ആസ് ഓൾറെഡി മെൻഷൻഡ്, ആൽക്കൈൻസ് ആർ സാച്ചുറേറ്റഡ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്സ്. ആൽക്കൈൻസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്സ് ഉള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ്, അതിനെയാണ് നമ്മൾ ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നത്. മീഥേൻ ഇസ് ദി ഫസ്റ്റ് മെമ്പർ ഓഫ് ദിസ് ഫാമിലി. ഇപ്പൊ മീഥേൻ ആണ് ഇതിനകത്ത് സിംപ്ലസ്റ്റ് ആൽക്കൈൻ അല്ലേ? ഒരു കാർബൺ 4 ഹൈഡ്രജൻ, കാർബണും ടെട്രാവാലന്റ് ആയിട്ട് 4 ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ചെയ്തത്, അതാണ് സിംപ്ലസ്റ്റ് ആൽക്കൈൻ. മീഥേൻ ഇസ് എ ഗ്യാസ് ഫൗണ്ട് ഇൻ കോൾ മൈൻസ് ആൻഡ് മാർഷി പ്ലേസ്. മീഥേൻ എന്താണ്? ഇപ്പം നമ്മൾ കോൾ മൈൻസിലും മാർഷി പ്ലേസിലൊക്കെ, ഓക്കെ, മാർഷ് ലാൻഡ്സിലൊക്കെ എന്താണ് കാണപ്പെടുന്ന ഒരു ഗ്യാസ് ആണ് മീഥേൻ എന്ന് പറയുന്നത്. If you replace one hydrogen atom of methane by carbon and join the required number of hydrogen to satisfy the tetravalence of the other carbon atom, what do you get? അപ്പൊ ആലോചിക്കുക, നമ്മുടെ മീഥേൻ എന്താണ്? നമുക്ക് ഒരു കാർബണും 4 ഹൈഡ്രജനും ഉണ്ടല്ലേ, CH4. അതിനകത്ത് ഒരു കാർബൺ നമ്മൾ മാറ്റുന്നു. അങ്ങനെ ആലോചിക്കുക, നമ്മുടെ കാർബൺ ഇങ്ങനെ നിൽപ്പുണ്ട്, 4 ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഒരു ഹൈഡ്രജൻ നമ്മൾ മാറ്റി എന്താക്കുന്നു? നമ്മൾ കാർബൺ ആക്കും. ആ കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ അതിന് വേറെ 3 ഹൈഡ്രജനും കൂടെ ആയിട്ട് ബോണ്ട് ചെയ്യും അല്ലേ? ഒരു ബോണ്ട് ഓൾറെഡി കാർബൺ കാർബൺ ഉണ്ട്, അപ്പൊ നമ്മൾ അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതെന്ത് കിട്ടി? ഇത് നമുക്ക് C2H6 കിട്ടി. ഇതെന്താണ്? ഇതിനാണ് നമ്മൾ ഈഥേൻ. This hydrocarbon with molecular formula C2H6 is known as ethane. Thus, you can consider C2H6 as derived from CH4 by replacing one hydrogen atom by a CH3 or methyl group. എന്താണ് ഈഥേൻ? നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ മീഥൈനിന്റെ ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പിനെ കിട്ടിയപ്പോൾ നമുക്ക് ഈഥേനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ചെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അടുത്ത കോമ്പൗണ്ട്സ് എന്തായിരിക്കും? C3H8, C4H10, പിന്നെ C5H12, അങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ജനറൽ ഫോർമുല നമുക്ക് CnH2n+2 എന്ന് എഴുതാം അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇതായിരിക്കും ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല. These hydrocarbons are inert under normal conditions as they do not react with acids, bases and other reagents. Hence, they were earlier known as paraffins. ഇപ്പൊ എന്താണ് ഇവര് അവരുടെ നോർമൽ സ്റ്റേറ്റിൽ എന്താണ് ഇനേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അവർ ഒരു റിയേജന്റുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, ആസിഡ് ബേസുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെ മുമ്പ് പാരാഫിൻസ് എന്നാണ് വിളിച്ചിരുന്നത്. പാരാഫിൻസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ലാറ്റിൻ വേർഡ് ആണ്. പാരം എന്ന് വെച്ചാൽ ലിറ്റിൽ ആൻഡ് അഫിൻസ് എന്ന് വെച്ചാൽ അഫിനിറ്റി. അപ്പം ലിറ്റിൽ അഫിനിറ്റി, വളരെ കുറച്ച് അഫിനിറ്റി ഉള്ള കോമ്പൗണ്ട്സ്. If you examine the formula of different alkanes, we find that the general formula of alkanes is CnH2n+2. ഓൾറെഡി പറഞ്ഞാണ് ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. It represents any particular homologue when n is given appropriate value. അപ്പം n ന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഏത് ആൽക്കൈൻസ് n നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് പറയാം. ഓക്കെ, can you recall the structure of methane? According to VSEPR theory, methane has a tetrahedral structure in which carbon atom lies the center and 4 hydrogen atoms lie all 4 corners of a regular tetrahedron. അപ്പം VSEPR theory വെച്ച് നമുക്ക് എന്താണ് മീഥേന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ കാർബൺ ടെട്രാവാലന്റ് ആണ്, ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ് ഉണ്ടാക്കുന്നത്. ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയിൽ നമുക്ക് ഇങ്ങനെ ടെട്രാഹീഡ്രൽ നമുക്ക് കിട്ടും അല്ലെ? കാർബൺ ഇങ്ങനെ 4 ബോണ്ടുകൾ ഉണ്ടാക്കും. In alkanes, tetrahedra are joined together in which carbon-carbon single bond and carbon-hydrogen bond lengths are 154 picometer and 112 picometer respectively. ഇപ്പൊ carbon-carbon single bond lengthും carbon-hydrogen bond length ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. We have read that carbon-carbon single bond and carbon-hydrogen bond sigma bonds are formed by head-on overlapping of sp3 hybrid orbitals carbon and 1s orbital of hydrogen atoms. അതെന്താണ്? നമുക്ക് കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ 1s2, 2s2,
2p2 ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കോൺഫിഗറേഷൻ. ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താവും 1s2 എഴുതേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ഓർബിറ്റിൽ എഴുതിയാൽ 2s2 എന്ത് വരുന്നു 2s1 2p3 ആവും അല്ലേ. വരയ്ക്കുകയാണെങ്കിൽ എസ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ പിയിലോട്ട് ജമ്പ് ചെയ്യും എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം ഇത് 1 എന്താണ് ഈ 4 ഓർബിറ്റിലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് നമുക്ക് 4 പുതിയ sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ കിട്ടും അല്ലേ. ഓരോ കാർബണിന്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റിലായിരിക്കും ഹൈഡ്രജനായിട്ടോ അല്ലെങ്കിൽ വേറൊരു കാർബണായിട്ടും ബോണ്ട് ചെയ്യുന്നത്. ഹൈഡ്രജനായിട്ടാണെങ്കിൽ sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഹൈഡ്രജന്റെ എസ് ഓർബിറ്റിൽ തമ്മിലായിരിക്കും ബോണ്ട്, വേറെ കാർബണായിട്ടാണെങ്കിൽ 2 കാർബണിന്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ തമ്മിലായിരിക്കും ബോണ്ട് ഉണ്ടാകും. നോമൻക്ലേച്ചർ and isomerism in alkanes can further be understood with the help of a few more examples. Common names are given in parentheses. First three alkanes, methane, ethane, and propane have only one structure, but higher alkanes can have more than one structure. ഇവിടെ പറയുന്നതാണ് കോമൺ നെയിംസ് നമ്മൾ പാരലൽ അല്ലെങ്കിൽ ബ്രാക്കറ്റ് നമ്മൾ ഇട്ടാണ് കാണിക്കുന്നത്. മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ ഒരു സ്ട്രക്ചറേ ഉള്ളൂ, ബട്ട് ഹയർ ആൽക്കൈൻസ് എന്താണ് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. അതെങ്ങനെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടൈൻ നമ്മൾ എടുത്തു. ബ്യൂട്ടൈൻ എന്താ നോർമൽ ബ്യൂട്ടൈൻ ആവാം, എന്താണ് സ്ട്രൈറ്റ് ചെയിനിൽ വരുന്നത് എന്താണ് നമ്മൾ എൻ ബ്യൂട്ടൈൻ നമ്മൾ പറയാം. ഓക്കെ, അതിന് ബ്രാഞ്ചിങ് രീതിയിൽ നമുക്ക് എഴുതാം. അതാണ് ഇതായി കാണിക്കുന്ന ഐസോബ്യൂട്ടൈൻ അല്ലെങ്കിൽ 2 മെഥൈൽ പ്രൊപ്പൈൻ ഇതിന് സെക്കൻഡ് പൊസിഷനിൽ നമ്മളൊരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും, അതാണ് ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ പെന്റൈനെ കാണിച്ചുകൊണ്ടാണ് എൻ പെന്റൈൻ ഇവിടെ ഉണ്ട്, സ്ട്രൈറ്റ് ചെയിനുള്ള 5 കാർബൺ ആറ്റംസ്. ഐസോപെന്റൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ CH3 ഗ്രൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. ഇനി നിയോ പെന്റൈൻ ഫുള്ള് സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നു, അതാണ് നിയോ പെന്റൈൻ വരുന്നത്. ഓക്കെ, 1 and 2 possess same molecular formula but differ in their boiling point അല്ലേ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എൻ ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈനും രണ്ടിനും എന്താണ് ഒരേ സ്ട്രക്ചർ ആണ്, പക്ഷെ അവർക്ക് എന്താണ് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നോർമൽ സ്ട്രൈറ്റ് ചെയിൻ എന്താണ് 273 ബ്രാഞ്ചിങ് ആയിട്ട് വന്നപ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് 261 ആയി അല്ലേ. അപ്പൊ വെച്ചാൽ ബ്രാഞ്ചിങ് വന്നപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സിമിലർലി സ്ട്രക്ചേഴ്സ് 3, 4 and 5 possess the same molecular formula but have different properties. എന്താണ് 3, 4 and 5 എന്നുവെച്ചാൽ പെന്റൈൻ, എൻ പെന്റൈൻ, ഐസോപെന്റൈൻ, നിയോ പെന്റൈൻ മൂന്നിന്റെ എന്താണ് സ്ട്രക്ചർ ഫോർമുല സെയിം ആണ്, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഇവിടെ 309, ഇവിടെ 301, ഇവിടെ 282.5 അല്ലേ. Structures 1 and 2 are isomers of butane, whereas structures 3, 4 and 5 are isomers of pentane. Since difference in properties is due to difference in their structures, they are known as structural isomers. ഇതാണ് ഇവരുടെ സ്ട്രക്ചറിൽ മാത്രം വ്യത്യാസം വന്നു, മോളിക്യുലർ ഫോർമുല സെയിം ആയതുകൊണ്ട് ഇവരെ നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് വിളിച്ചു. It is also clear that structures 1 and 3 have continuous chain of carbon atom, but structures 2, 4 and 5 have branched. എന്നുവെച്ചാൽ എൻ ബ്യൂട്ടൈനും എൻ പെന്റൈനും അവർക്ക് രണ്ടുപേർക്കും എന്താണ് സ്ട്രൈറ്റ് ചെയിൻ ആണുള്ളത്, ബ്രാഞ്ചിങ് ഇല്ലാത്ത സ്ട്രൈറ്റ് ചെയിൻ. പക്ഷെ 2, 4 ഉം 5 എന്നുവെച്ചാൽ നമ്മുടെ ഐസോബ്യൂട്ടൈൻ, ഐസോപെന്റൈൻ, നിയോ പെന്റൈൻ ഇവർക്കെല്ലാം എന്താണ് ബ്രാഞ്ചിങ് ഉണ്ട്. Such structural isomers with different chain of carbon atoms are known as chain isomers. എന്നുവെച്ചാൽ എൻ ബ്യൂട്ടൈൻ, എൻ പെന്റൈൻ എടുത്താൽ അവർക്ക് ചെയിൻ ലെങ്ത്തിലാണ് വ്യത്യാസമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഐസോമേഴ്സ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നു. Thus, you have seen that C4H10 and C5H12 have 2 and 3 chain isomers respectively. അപ്പൊ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടൈന് 2 ചെയിൻ ഐസോമേഴ്സ് ആണുള്ളത്, എന്താണ് ഇവിടെ എൻ ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈനും. പക്ഷെ പെന്റൈൻ എന്താണ് 3 ചെയിൻ ഐസോമേഴ്സ്, എന്താണ് എൻ പെന്റൈൻ, ഐസോപെന്റൈൻ, നിയോ പെന്റൈൻ 3 ചെയിൻ ഐസോമേഴ്സ് ഉണ്ട്. ഓക്കെ, based upon the number of carbon atoms attached to a carbon atom, the carbon atom is termed as primary, secondary, tertiary or quaternary. അപ്പൊ എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി വരുന്നത്? ഒരു കാർബൺ ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നു, വേറെ ഒരു കാർബൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ മീഥേൻ. ഇതെന്താണ് ഒരു പ്രൈമറി കാർബൺ ആറ്റം ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എഴുതുവാണെങ്കിൽ CH3 നമ്മുടെ ഈഥേൻ എൻഡിൽ വരുന്ന ടെർമിനൽ കാർബൺ എന്തായിരിക്കും? പ്രൈമറി കാർബൺ ആറ്റം ആയിരിക്കും. പക്ഷെ അതല്ല CH3, CH2, CH3 നമ്മൾ ഇത് എഴുതുകയാണ്, ഇതാണ് പ്രൊപ്പൈൻ സ്ട്രക്ചർ എഴുതാണ്. അപ്പൊ അതിനകത്ത് നടുക്കത്തെ കാർബൺ, സെക്കൻഡ് കാർബൺ എന്താണ് വേറെ 2 കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതെന്താണ് ഇതൊരു സെക്കൻഡറി കാർബൺ. ഇനി ടെർഷറി കാർബൺ പറയുകയാണെങ്കിൽ CH3, CH2, CH3,
CH3. എന്താണ് ഐസോബ്യൂട്ടൈൻ. ഐസോബ്യൂട്ടൈനിൽ ഈ കാർബൺ ആറ്റം എന്താണ് ഇത് വേറെ 3 കാർബൺ ആറ്റമായിട്ട് ബോണ്ടഡ് ആണ്. ഇത് നമ്മൾ വിളിക്കുന്നത് എന്താണ് ഇതൊരു ടെറഷറി കാർബൺ ആറ്റം. നമ്മൾ നിയോപെന്റേൻ പറയാണ്. CH3 C CH3 CH3 CH3. ഇതിനകത്ത് നടുക്കത്തെ കാർബൺ ആറ്റം എന്താണ് വേറെ 4 കാർബൺ ആറ്റോട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതെന്താണ് ഇതൊരു ക്വട്ടർണറി കാർബൺ. ഓക്കെ, അപ്പൊ അതാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വെച്ച് നമ്മൾ കാർബൺ ആറ്റത്തിന്റെ പേരിടുന്നു. ഓക്കെ, പറയുന്നത് ടെർമിനൽ കാർബൺ ആറ്റംസ് ആർ ഓൾവേസ് പ്രൈമറി. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇതിന്റെ കേസ് നമ്മൾ എടുത്ത് പറഞ്ഞു. കാർബൺ ആറ്റം അറ്റാച്ച് ടു അതർ കാർബൺ ആറ്റംസ് സെക്കൻഡറി, അതും നമ്മൾ പറഞ്ഞു. ടെർഷ്യറി കാർബൺ ആറ്റം നമ്മൾ കണ്ടു, ക്വട്ടർണറി നമ്മൾ കണ്ടു. ഓക്കെ, if you go on constructing structures for higher alkanes, you will be getting still larger number of isomers. ഇല്ലേ, ഇപ്പൊ നമുക്ക് ഹെക്സേൻ ഒക്കെ വരയ്ക്കുകയാണ്. പെന്റേൻ വരെയുള്ളതിന്റെ ഐസോമേഴ്സ് ചെയിൻ ഐസോമേഴ്സ് നമ്മൾ അയച്ചു. ഇനി ഹെക്സേൻ നമ്മൾ എടുത്താൽ അതിന് ചെയിൻ ഐസോമേഴ്സ് എന്താണ് നമ്പർ ഇത് പെന്റേനേക്കാളും വീണ്ടും കൂടും. ഓക്കെ, അതിനെന്താണ് 5 ഐസോമേഴ്സ് ഉണ്ട്. ഹെപ്റ്റേൻ വന്നപ്പോൾ അതിന് 9 ഉണ്ട്. ഡെക്കേൻ വന്നപ്പോൾ അതിന് 75 ഐസോമേഴ്സ് വരെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി സെക്ടേഴ്സ് 2, 4 and 5 എന്ന് വെച്ചാൽ ഐസോബ്യൂട്ടൈൻ, ഐസോപെന്റേൻ, നിയോപെന്റേൻ ഇതിലൊക്കെ എന്താണ് CH3 ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം നമ്പർ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് CH3 ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്. You will come across groups like CH3, C2H5, C3H1, etc. attached to carbon atoms in alkanes or other groups. അപ്പൊ ഇങ്ങനെ ബ്രാഞ്ചിങ് ആയിട്ട് ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് നമുക്ക് സ്ട്രേറ്റ് കാർബൺ ആറ്റം ചേഞ്ചുകളിൽ ബ്രാഞ്ചിങ് പോലെ വരും നമ്മൾ ഇത് കാണും. ഈ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത്. അല്ലേ, അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എങ്ങനെ ഉണ്ടാകുന്നത്? ആൽക്കൈൻസിന്റെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ റിമൂവൽ വഴിയാണ് നമ്മൾ ആൽക്കൈൻസിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ മീഥേന്റെ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ കളഞ്ഞ് ഉണ്ടാകുന്ന ഗ്രൂപ്പിനെ അതിനെ നമ്മൾ എന്താ വിളിച്ചു? മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിച്ചു. അല്ലെ, അതേപോലെ ഈഥേന്റെ C2H6ന്റെ ഒരു ഹൈഡ്രജൻ കളഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗ്രൂപ്പ് അതെന്താണ്? അതാണ് ഈഥൈൽ ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഹൈഡ്രജൻ കളഞ്ഞ് ഉണ്ടാകുന്ന സബ്സ്റ്റിറ്റ്യൂൻസിന് അതിന് ആൽക്കൈൻസിന്റെ ഒരു ഹൈഡ്രജൻ കളഞ്ഞു അത് വന്ന് അറ്റാച്ച് ചെയ്യുന്ന അത് സബ്സ്റ്റിറ്റ്യൂൻസിന്റെ വരുമ്പോൾ അതിന് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിന്റെ പേരിന്റെ ANE മാറ്റി നമ്മൾ അവിടെ അവസാനം YL ചേർക്കും. ഓക്കെ, നോമൻക്ലേച്ചർ ആണ് നോക്കേണ്ടത് അല്ലേ. നോമൻക്ലേച്ചറിൽ if it is important to write the correct IUPAC name of a given structure, it is equally important to write the correct structure from the given IUPAC name. അല്ലെ, നമുക്കൊരു സ്ട്രക്ചർ കണ്ടാൽ IUPAC നെയിം എഴുതാനും പറ്റണം. മാത്രമല്ല ഒരു IUPAC നെയിം തന്നാൽ അതിന്റെ സ്ട്രക്ചർ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വരയ്ക്കാനും പറ്റണം. To do this, first of all, the longest chain of carbon atoms corresponding to the parent alkane is written. Then after numbering it, the substituents are attached to the correct carbon atoms and finally valence of each carbon is satisfied by putting the correct number of hydrogen atoms. അല്ലേ, അപ്പൊ നമുക്കൊരു കോമ്പൗണ്ടിന്റെ പേര്, ഒരു ആൽക്കൈന്റെ പേര് നമുക്ക് തന്നു അല്ലേ. അവന്റെ പേര് തന്നാൽ നമുക്ക് എന്താണ് അവസാനം നമുക്ക് അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ആറ്റം ഏതാണ് നമ്മൾ അപ്പം അതിന്റെ എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് 3-ethyl 2,2-dimethyl pentane ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇത് വന്നാൽ എന്താണ് ആദ്യം നമ്മൾ റൂട്ട് വേർഡ് പെന്റേൻ അല്ലേ, അതാണ് നമുക്ക് തന്നേക്കുന്ന ആൽക്കൈൻ ചെയിൻ. അപ്പൊ ആ പെന്റേൻ നമ്മൾ ആദ്യം വരയ്ക്കാം. 5 കാർബൺ മാത്രം വരയ്ക്കാം. ഓക്കെ, 5 കാർബൺസ് നമ്മൾ വരച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? ഇതിനകത്ത് 3-ethyl 2,2-dimethyl തന്നു. സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പും തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പും വേണം. സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് നമ്മൾ വരച്ചു, തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പും നമ്മൾ വരച്ചു. ഓക്കെ, എന്താണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാർബൺ എന്താണ് നമ്മൾ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കാർബണിൽ എന്താണ് ഒറ്റ ബോണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി 3 CH3 ഇവിടെ വരച്ചു. സെക്കൻഡ് കാർബണിൽ എല്ലാം വാലൻസ് ഫില്ലാണ്, 4 ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ ഒരു ഹൈഡ്രജൻ കുറവ്, ഇവിടെ 2 ഹൈഡ്രജൻ കുറവ്, ഇവിടെ 3 ഹൈഡ്രജൻ കുറവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേര് എഴുതുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഹൈഡ്രോ കാർബൺസിന്റെ പ്രിപ്പറേഷൻ, ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ ദി മെയിൻ സോഴ്സസ് ഓഫ് ആൽക്കൈൻ. ഇപ്പം പെട്രോളിയത്തിനും നാച്ചുറൽ ഗ്യാസിനും നമ്മൾ മെയിൻ ആയിട്ട് ആൽക്കൈൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഹവർ ആൽക്കൈൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഫോളോയിങ് മെത്തേഡ്സ്. ഇപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ എങ്ങനെയാണ് ആൽക്കൈൻസ് ഉണ്ടാക്കുന്നത്? ഡൈഹൈഡ്രജൻ ഗ്യാസ് adds to alkenes and alkynes in the presence of finely divided catalysts like platinum, palladium or nickel to form alkenes. ഇപ്പൊ എന്താണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, ഡബിൾ ബോണ്ട് ആവാം, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബൺസ് ആവാം, അവരെ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. എന്ത്? ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ലൈക്ക് ഏതൊക്കെ കാറ്റലിസ്റ്റ്? പ്ലാറ്റിനം, പലേഡിയം അല്ലെങ്കിൽ നിക്കൽ.
ഈ കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പൊ ഈ പ്രോസസ്സിൽ നമ്മൾ വിളിക്കുന്ന എന്താണ്, ഈ പേര് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ. അപ്പൊ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് എന്താണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന മെത്തേഡ്. ഓക്കെ, these metals absorb dihydrogen gas on their surfaces and activate the hydrogen bond. Platinum and palladium catalyze the reaction at room temperature, but relatively higher temperature and pressure required with the nickel catalyst. അപ്പൊ എന്താണ് ഈ കാറ്റലിസ്റ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇവര് ഹൈഡ്രജൻ ബോണ്ടിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇവർ പെട്ടെന്ന് നമ്മുടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണായിട്ട് റിയാക്ട് ചെയ്യും. പ്ലാറ്റിനത്തിനും പലേഡിയത്തിനും എന്താണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ റൂം ടെമ്പറേച്ചർ മതി. പക്ഷെ നിക്കലിന് എന്താണ് ഹയർ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നോക്കാം നമ്മുടെ ഇത്തീൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് നമ്മുടെ കാറ്റലിസ്റ്റ്. അപ്പൊ നമുക്ക് എന്താ അവിടെ പ്രൊപ്പൈൻ കിട്ടും. ഇനി ഇവിടെ പ്രൊപ്പീൻ, പേര് എന്തെങ്കിലും പ്രൊപ്പൈൻ എന്നാണ്, തെറ്റാണ്, പ്രൊപ്പീൻ ആണ്. പ്രൊപ്പൈൻ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ് പ്രൊപ്പൈൻ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ പ്രൊപ്പൈന് നമ്മൾ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആഡ് ചെയ്യും. അപ്പോഴും നമുക്ക് പ്രൊപ്പൈൻ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും ഏത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നമ്മൾ ഹൈഡ്രോജനേഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കെയിൻസ് കിട്ടും. അടുത്ത രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സ്, ഓക്കെ, ഒന്ന് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്സ്. ഫ്ലൂറൈഡ്സ് ഒഴിച്ചുള്ള ഏത് ആൽക്കൈൽ ഹാലൈഡ്സിനെ ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇപ്പൊ സിങ്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൽക്കെയിൻസിന് കിട്ടും. ഇപ്പൊ സിങ്ക് HCl ആയിട്ട് ഡൈല്യൂട്ട് HCl ആണ്, അതുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എന്താണ് നമുക്ക് ആൽക്കെയിൻസിനെ കിട്ടും. അതിന്റെ എക്സാമ്പിൾ ആണ് വേറെ ക്ലോറോ ഈഥേന്റെ ക്ലോറിൻ മാറി ഇവിടെ ഹൈഡ്രജൻ കയറുന്നു, നമുക്കിവിടെ ഈഥേൻ കിട്ടും. 1 ക്ലോറോ പ്രൊപ്പൈൻ ആണെങ്കിൽ നമുക്ക് പ്രൊപ്പൈൻ കിട്ടും. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡിൽ നിന്നുള്ള രണ്ടാമത്തെ റിയാക്ഷൻ ആണ് എന്താണ്, ആൽക്കൈൽ ഹാലൈഡ് കൊണ്ട് ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം മെറ്റൽ ഇൻ ഡ്രൈ എതീറിയൽ സൊല്യൂഷൻ ഗീവ് ഹയർ ആൽക്കൈൽ. ഈ റിയാക്ഷന്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം പ്ലസ് ഡ്രൈ ഈതർ, ഓക്കെ, സോഡിയം ഇൻ ഡ്രൈ ഈതർ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹയർ ആൽക്കെയിൻസ് കിട്ടും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്രോമോ മീഥേൻ ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും. ബ്രോമോ മീഥേൻ ആണെങ്കിൽ കിട്ടുന്ന ഈഥേൻ ആയിരിക്കും. ഇവിടെ ചെയ്യുന്ന എന്താണ്, നമ്മൾ എടുത്ത ആൽക്കൈൽ ഹാലൈഡ് ഡബിൾ ലെങ്ത് ഉള്ള ആൽക്കെയിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, നമ്മളൊരു CH3Br എടുത്തപ്പോൾ എന്താണ് നമുക്ക് രണ്ട് CH3 തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അപ്പൊ നമ്മൾ അതിന് പകരം നോക്കാം C2H5Br നമ്മൾ എടുത്തതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 C2H5 കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ബ്യൂട്ടൈൻ കിട്ടും. അതാണ് ഇവിടെ ചെയ്യുന്നത്, കണ്ടോ? C2H5 അറ്റാച്ച് ചെയ്ത് നമുക്ക് ബ്യൂട്ടൈൻ കിട്ടും. CH3 അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് CH3 അല്ല കിട്ടേണ്ടത്, ഇവിടെ C2H6 ആണ് കിട്ടുന്നത്, ഈഥേൻ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് 2 ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ടേക്കൺ, അല്ലേ? ഇപ്പൊ 2 ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ്സ് എടുത്താലും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു CH3Br എടുത്തു, ഒരു C2H5Br എടുത്തു, അല്ലേ? എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയം ഇൻ ഡ്രൈ ഈതർ ചെയ്യുന്നു, അല്ലേ? നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു CH3 നമുക്ക് ഉണ്ടാവാം, C2H5 ലിങ്ക് ചെയ്ത് നമുക്ക് ബ്യൂട്ടൈൻ ഉണ്ടാവാം, ഈഥൈൻ ഉണ്ടായി, ബ്യൂട്ടൈൻ ഉണ്ടായി. എന്താണ്, നമുക്ക് CH3യും C2H5 കൂടെ ലിങ്ക് ചെയ്ത് എന്താണ് പ്രൊപ്പൈനും കൂടെ കിട്ടും, അല്ലേ? ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക്, വേറെ ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ്സ് നമുക്ക് എടുത്താലും മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടും, വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം കാർബോക്സിലിക് ആസിഡ്സ്. സോഡിയം സോൾട്സ് ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം എന്ന് വെച്ചാൽ എന്താണ്, മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഓക്സൈഡ്. അപ്പൊ NaOH പ്ലസ് CaO, അതാണ് നമ്മൾ എന്ത് സോഡ ലൈം എന്ന് പറയുന്നത്. NaOH പ്ലസ് C അതാണ് സോഡ ലൈം. അപ്പൊ നമ്മൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇറ്റ് ഗീവ്സ് ആൽക്കെയിൻസ് കണ്ടെയ്നിങ് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദി കാർബോക്സിലിക് ആസിഡ്. അപ്പൊ നമ്മൾ കാർബോക്സിലിക് ആസിഡിന് ഉള്ളതിനേക്കാളും ഒരു കാർബൺ കുറവുള്ള ആൽക്കെയിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, this process of elimination of carbon dioxide from a decarboxylic acid is known as decarboxylation reaction. അപ്പം
ഒരു കാർബൺ ആറ്റം കുറയുന്നതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് CH3CO തന്നെ ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അതിനകത്ത് ഒരു കാർബൺ ആറ്റം എന്താണ് കുറഞ്ഞ് നമുക്ക് CH4 കിട്ടും. അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. കാർബോക്സിലിക് ആസിഡ് എന്നുള്ള രണ്ടാമത്തെ മെത്തേഡാണ് കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. An aqueous solution of sodium or potassium salt of carboxylic acid on electrolysis gives alkane containing even number of carbon atoms at the anode. ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് CH3CO തന്നെ സോഡിയം അസറ്റേറ്റ് ഉണ്ട്. അത് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് ഈ കാർബൺ ആറ്റം ഒഴികെ അല്ലെങ്കിൽ കാർബോക്സിലേറ്റ് അയൺ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു കാർബൺ ആറ്റം ഒഴികെ കുറച്ചിട്ടുള്ള ബാക്കിയുള്ള കാർബൺ ആറ്റം എന്താണ് അത് ഡബിൾ ചെയ്യും. ഒരു വുഡ്സ് റിയാക്ഷൻ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ കറക്റ്റ് വുഡ്സ് റിയാക്ഷൻ അല്ല, കാരണം കാർബൺ ആറ്റത്തിന് കുറവുണ്ട്. ഓക്കെ, ഇപ്പൊ റിയാക്ഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. ആനോഡിലുള്ള റിയാക്ഷൻ എന്താണ്? കാർബോക്സിലേറ്റ് അയോൺ അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ ഉണ്ടാവുന്നു. അസറ്റേറ്റ് ഫ്രീ റാഡിക്കലിൽ എന്താണ് CO2 പോകുന്നു അല്ലേ. എന്നിട്ട് ആ CO2 പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളത് എന്താണ്? അവിടെ ഒരു മിഥൈൽ ഫ്രീ റാഡിക്കൽ, 2 മിഥൈൽ ഫ്രീ റാഡിക്കൽ അവിടെ ഉണ്ടാവും. ആ 2 മിഥൈൽ ഫ്രീ റാഡിക്കൽ കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഈഥേൻ കിട്ടും. കാഥോഡില് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ആവും. ഓക്കെ, ഇൻ കേസ് നമുക്ക് ഇതല്ല നമ്മൾ എടുത്തത് CH3CO പകരം C2H5COO ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ തന്നെ? C2H5 രണ്ട് C2H5 തമ്മിൽ ബോണ്ട് ചെയ്ത് നിൽക്കും എന്ന് വെച്ചാൽ നമുക്ക് ബ്യൂട്ടൈൻ ആയിരിക്കും കിട്ടും. അടുത്ത നമുക്ക് ആൽക്കേൻസിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. Alkanes are almost non-polar molecules because of the covalent nature of carbon-carbon and carbon-hydrogen bond. അപ്പൊ എന്താണ് ഇവർ നോൺ പോളാർ മോളിക്യൂൾസ് ആണ്, കാരണം ഇവർ കോവാലന്റ് ബോണ്ടാണ് കാർബണും കാർബൺ ഹൈഡ്രജനും തമ്മിൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ഡ്യൂ ടു വെരി ലിറ്റിൽ ഡിഫറൻസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം. കാർബണിന്റെ ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. ഒരുപാട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ബോണ്ട് അയോണിക് ആകത്തുള്ളൂ, അപ്പോഴേ പോളാർ ആകത്തുള്ളൂ. പക്ഷെ അങ്ങനെ അതല്ല ഇവിടുത്തെ കേസ്. They possess weak van der Waals forces. Due to the weak forces, the first members C1 to C4 are gases. എന്താണ് ഇവർക്ക് van der Waals ഫോഴ്സ് വളരെ വീക്ക് ആണ്. van der Waals ഫോഴ്സ് എന്താണ്? രണ്ട് വേറെ മോളിക്യൂൾസ് തമ്മിലുള്ള ആറ്റംസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് കുറവാണ്. അതുകൊണ്ട് ആദ്യത്തെ 4 മെമ്പേഴ്സ് എന്താണ്? ഗ്യാസസ് ആണ്. C1 to C4 ആർ ഗ്യാസ് എന്ന് വെച്ചാൽ ബ്യൂട്ടൻ വരെയുള്ള ആൾക്കാർ ഗ്യാസസ് ആണ്. C5 to C17 എന്താണ്? ലിക്വിഡ്സ് ആണ്. പിന്നെ 8 മേലോട്ടുള്ള ആൾക്കാർ, 18 മേലുള്ള ആൾക്കാർ, C18 മേലുള്ള ആൾക്കാർ എന്താണ്? സോളിഡ്സ് ആണ്. They are colorless and odorless. Petrol is a mixture of hydrocarbons and is used as a fuel for automobiles. എന്താണ് ഇവരുടെ യൂസസ് ആണ് പറയുന്നത്. പെട്രോൾ ഇസ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. പെട്രോൾ എന്താണ്? ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓട്ടോമൊബൈൽസ്. പെട്രോൾ ആൻഡ് ലോവർ ഫ്രാക്ഷൻസ് ഓഫ് പെട്രോളിയം ആർ ഓൾസോ യൂസ്ഡ് ഫോർ ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. പെട്രോളും അതിന്റെ ലോവർ ഫ്രാക്ഷൻസ് പെട്രോൾ എന്താണ്? അത് നമുക്ക് ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. എന്തിന്? ടു റിമൂവ് ഗ്രീസ് സ്റ്റെയിൻസ്. On the basis of this observation, what do you think about the nature of the grease? You are correct if you say that grease, mixture of higher alkanes, is non-polar and hence hydrophobic in nature. ഇപ്പൊ എന്താണ് നമുക്ക് ഗ്രീസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവര് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ ആയതുകൊണ്ടാണ് ഗ്രീസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. It is generally observed that in relation to solubility of substances in solvents, polar substances are soluble in polar solvents, whereas the non-polar ones in non-polar solvents. അല്ലേ? നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പോളാർ സബ്സ്റ്റൻസ് ആണ് പോളാർ സോൾവെന്റിൽ സോലുബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഹൈഡ്രോ കാർബൺസ് എന്താണ് ഇവിടെ നോൺ പോളർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് അവർ വാട്ടർ സോലുബിൾ ആയിരിക്കും അല്ലേ. ഓർഗാനിക് സോൾവെന്റ്സിലേക്ക് അവർ കൂടുതൽ സോലുബിൾ ആയിരിക്കും. Boiling point of different alkanes are given in table 920, from which it is clear that there is a steady increase in boiling point with increase in molecular mass. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കുകയാണെങ്കിൽ അതോടെ കാർബൺ ചെയിൻ ലെങ്ത് കൂടി വരികയാണ് മേളിൽ താഴോട്ട്. നോക്കുമ്പോൾ അവരുടെ ബോയിലിംഗ് പോയിന്റ് നോക്കുമ്പോൾ നമ്പർ ഓഫ് കാർബൺ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് താഴോട്ട് കൂടി വരുവാണ് അല്ലേ. അപ്പൊ ഹയർ നമ്പർ ഓഫ് കാർബൺ ഉള്ളതിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. This is due to the fact that the intermolecular van der Waals forces increases with increase of the molecular size of the surface area of the molecule. ഇപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്നു, സ്ട്രേറ്റ് ചെയിൻ ആകുമ്പോൾ എന്താണ് ഇതിന്റെ സർഫസ് ഏരിയയും കൂടുന്നു. സർഫസ് ഏരിയ കൂടുന്ന എന്താണ് മോളിക്യൂൾസ് തമ്മിലുള്ള van der Waals ഫോഴ്സും കൂടും. അപ്പം ബോയിലിംഗ് പോയിന്റ് കൂടും. We can make an interesting observation by having a look on the boiling points of 3 isomeric pentanes. നമ്മൾ നേരത്തെ കണ്ടതാണ് ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം ബോയിലിംഗ് പോയിന്റ് ആൽക്കീൻസിന്റെ ബോയിലിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും, പക്ഷേ
ചെയിൻ ഐസോമേഴ്സ് നമ്മൾ പറയാം. ചെയിൻ ഐസോമേഴ്സിന്റെ കാര്യം പറയുന്നത് ഇതിൽ ബ്രാഞ്ചിങ് വരുവാണെങ്കിൽ ഒരേ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ബ്രാഞ്ചിങ് ഉള്ള പല വേറെ വേറെ കോമ്പൗണ്ട്സ് വരുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചിങ് ഉള്ളതിനായിരിക്കും ഏറ്റവും ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് പറയാം ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വിത്ത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ബ്രാഞ്ച് ചെയിൻസ് ദ മോളിക്യൂൾ അറ്റൈൻസ് ദ ഷേപ്പ് ഓഫ് എ സ്ഫിയർ. അല്ലേ, നമുക്ക് ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ കുറയാണ് അല്ലേ. സ്ട്രേറ്റ് ചെയിൻ ആകുമ്പോൾ മാക്സിമം സർഫസ് ഏരിയ നമുക്ക് കിട്ടും. പക്ഷേ ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് സർഫസ് ഏരിയ കുറയും. അപ്പൊ സർഫസ് ഏരിയ കുറയുന്നതനുസരിച്ച് എന്താണ് വാണ്ടർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അപ്പൊ നമുക്ക് എന്താണ് ബോയിലിംഗ് പോയിന്റ് കുറയാൻ പറ്റും. ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാറുള്ളത്. ബോയിലിംഗ് പോയിന്റ് കൂടെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഓൾമോസ്റ്റ് താഴോട്ട് കൂടി വരുന്ന നമുക്ക് കാണാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ബോയിലിംഗ് പോയിന്റ് താഴോട്ട് സ്റ്റഡി ഇൻക്രീസ് ആണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആസ് ഓൾറെഡി മെൻഷൻഡ് ആൽക്കൈൻസ് ആർ ജനറലി ഇനേർട്ട് ടുവേർഡ്സ് ആസിഡ്സ് അല്ലേ. ആൽക്കൈൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ അവർ പണ്ട് കാലത്ത് പാരഫിൻസ് എന്നാണ് വിളിച്ചത് അല്ലേ. ഓൾമോസ്റ്റ് ഒരു ഇനേർട്ടായിട്ടാണ് ആണ് നിൽക്കുന്നത്. ആസിഡ്സിന്റെ ബേസിന്റെ അല്ലാത്ത ഏജൻസ് ആയിട്ടൊന്നും അവർ റിയാക്ട് ചെയ്യാറില്ല. Alkanes are generally inert towards acids, bases, oxidizing and reducing agents. However, they undergo the following reactions under certain conditions. So, എന്നാലും അവർക്ക് ചില റിയാക്ഷൻസ് അവർ കാണിക്കാറുണ്ട്. ആ റിയാക്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. One or more hydrogen atoms of alkanes can be replaced by halogens, nitro group and sulfonic group. ഇപ്പൊ എന്താണ് ഇവിടെ ആൽക്കൈൻസിന്റെ ഹൈഡ്രജന് മാറി അവിടെ വേറെ ഗ്രൂപ്പ്സ് വരും. ഏതുപോലുള്ള ഗ്രൂപ്പ്സ്? ഹാലജൻസ്, നൈട്രോ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. ഹാലോജനേഷൻ ടേക്സ് പ്ലേസ് ഐദർ അറ്റ് ഹൈ ടെമ്പറേച്ചർ, എന്താണ് 573 to 773 കെൽവിൻ, ആ ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഹാലോജനേഷൻ നടക്കുന്നത്. ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് ഡിഫ്യൂസ്ഡ് സൺലൈറ്റ് ഓർ അൾട്രാ വയലറ്റ് ലൈറ്റ്. ലോവർ ആൽക്കെയിൻസ് ഡു നോട്ട് അണ്ടർഗോ നൈട്രേഷൻ. ലോവർ ആൽക്കെയിൻസ് എന്താ നൈട്രേഷൻ നടക്കത്തില്ല, സൾഫനേഷൻ നടക്കില്ല. These reactions in which hydrogen atoms of alkanes are substituted are known as substitution reaction. ഇല്ല, അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ആറ്റം ആൽക്കെയിൻസിന്റെ ഹൈഡ്രജൻ ആറ്റം മാറി അതിന് പകരം വേറൊരു ഗ്രൂപ്പ് കയറി വരുന്ന ഈ റിയാക്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് വിളിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ക്ലോറിനേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് മീതേന് നമ്മൾ ക്ലോറിനേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അവിടെ H എന്നാണ് കാണിച്ചേക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ ക്ലോറോമീഥേൻ കിട്ടി. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ CH2 ഡൈക്ലോറോമീഥേൻ കിട്ടി, ട്രൈക്ലോറോമീഥേൻ കിട്ടി, അവസാനം നമുക്ക് ടെട്രാക്ലോറോമീഥേൻ വരെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ CH3 ഈഥേനെ നമ്മൾ ക്ലോറേഷൻ നടത്തിയാൽ നമുക്ക് ക്ലോറോ ഈഥേൻ കിട്ടും. ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് ആൽക്കെയിൻസ് വിത്ത് ഹാലജൻസ് ഈസ്. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ആർക്കാണ്? ഫ്ലൂറിനാണ്, പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻസ് ഓഫ് ആൽക്കെയിൻസ് ഈസ് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇപ്പൊ ടെർഷറി കാർബണിനായിരിക്കും പെട്ടെന്ന് ഹാലോജനേഷൻ നടക്കുക, പിന്നെ രണ്ടാമത് സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഫ്ലൂറിനേഷൻ ഈസ് ടു വയലന്റ് ടു ബി കൺട്രോൾ. അയഡിനേഷൻ ഈസ് വെരി സ്ലോ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതാണ് ഫ്ലൂറിനേഷൻ എന്താണ് വളരെ വയലന്റ് ആയിട്ട് പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻ ആണ്. അയഡിനേഷൻ വളരെ സ്ലോ ആണ്, മാത്രമല്ല അത് റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിഡൈസിംഗ് ഏജൻസ് ലൈക്ക് HiO3 ഓർ HNO3. ഇപ്പൊ HiO3 അല്ലെങ്കിൽ HNO3 പ്രസൻസിൽ നമുക്ക് അയഡിനേഷൻ നടത്താം. ഇത് നോക്കുകയാണെങ്കിൽ മീഥേൻ അയഡിനേഷൻ നടത്തുമ്പോൾ CH3 കിട്ടുന്നു. ഇത് റിവേഴ്സിബിൾ ആക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് HIനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പൊ അത് റിവേഴ്സിബിൾ പ്രോസസ് നടക്കത്തില്ല. Halogenation is supposed to proceed via free radical chain mechanism involving 3 steps, namely initiation, propagation and termination. ഈ ഹാലോജനേഷൻ പ്രോസസ് നടക്കുന്ന ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ്. ആ മെക്കാനിസം നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യേഷൻ. ഇനിഷ്യേഷനിൽ എന്താ നടക്കുക? ഇനിഷ്യേഷൻ ദ റിയാക്ഷൻസ് ഇനിഷ്യേറ്റഡ് ബൈ ഹോമോളിസിസ് ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്. അപ്പൊ എന്താണ് ഇവിടെ ക്ലോറിൻ മോളിക്യൂളിന്റെ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുന്നു. അപ്പൊ ഹോമോലിറ്റിക് ക്ലീവേജ് ആണ് നമുക്ക് എന്ത് പറ്റുന്നു? ഹോമോലിറ്റിക് ക്ലീവേജ് ആണ് നമുക്ക് 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ കിട്ടുന്നു. ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ കാണിച്ചു ചെയ്യുന്നത് തെറ്റാണ്. ഇവിടെ നമുക്ക് CH3 അല്ല, 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആണ് വരുന്നത് അല്ലെ. ഇതാണ് ഇനിഷ്യേഷൻ. അപ്പൊ ക്ലോറിൻ മോളിക്യൂൾ ഹോമോലിറ്റിക് ക്ലീവേജ് വഴി 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ തരുന്നു. അതാണ് എന്ത് ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അറ്റാക്സ് ദി മീഥേൻ മോളിക്യൂൾ ആൻഡ് ടേക്സ് ദി റിയാക്ഷൻ ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ ബൈ breaking the CH bond to generate methyl free radical with the formation of HCl. എന്താണ് ഈ ഉണ്ടായ
ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. അത് വന്ന് ആരെ അറ്റാക്ക് ചെയ്യുന്നു? അത് വന്ന് നമ്മുടെ മീഥേനെ അറ്റാക്ക് ചെയ്യുന്നു. പ്ലസ് ചാർജ് കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. അപ്പൊ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ നമ്മൾ മീഥേനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അവിടെ ഒരു മിഥൈൽ ഫ്രീ റാഡിക്കലും കിട്ടുന്നു, ഒരു HCl അവിടെ ഉണ്ടാകും. അപ്പൊ അവിടെ സംഭവിച്ചത് ഇതാണ്. നമ്മുടെ Cl ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? CH3 ഫ്രീ റാഡിക്കലും ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ഉണ്ടാകും. ഈ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലുമായിട്ട് നമ്മുടെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് HCl ഉണ്ടായി പോകുന്നു. അപ്പൊ അവിടെ ബാക്കിയുള്ള നമ്മുടെ മിഥൈൽ ഫ്രീ റാഡിക്കൽ മാത്രമായിരിക്കും. ഓക്കെ, മിഥൈൽ റാഡിക്കൽ thus obtain attacks the second molecule of chlorine to form CH3Cl with the liberation of another chlorine free radical by homolysis of chlorine molecule. അപ്പൊ ഇവിടെ ഉണ്ടായ നമ്മുടെ മിഥൈൽ ഫ്രീ റാഡിക്കൽ അത് പോയി വേറെ ക്ലോറിൻ മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ക്ലോറിൻ മോളിക്യൂൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഹോമോളിറ്റി ക്ലീവേജ് ആയിരുന്നു, 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കലായിട്ട് നമ്മൾ മീഥൈൻ ബൈൻഡ് ചെയ്യും, ബാക്കി ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അവിടെ ബാക്കി വരും. അതാണ് ഇവിടെ നടക്കുന്നത്. The chlorine and methyl free radicals generated above repeat steps A and B respectively and thereby set up a chain of reaction. ഇപ്പൊ എന്താണ് ഈ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക എന്ന് വെച്ചാൽ ഇനി അടുത്തത് പുതിയ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ വരുന്നു. അത് വേണമെങ്കിൽ എന്താണ് ഈ CH3Cl വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്ത് എന്താണ് CH3Cl വന്ന് അറ്റാക്ക് ചെയ്ത് നമുക്കൊരു CH2Cl ഫ്രീ റാഡിക്കലും ഉണ്ടായിട്ട് എന്താണ് അവിടെ HCl എലിമിനേറ്റ് ആയി പോകും. അത് പോയി വേറെ Cl മോളിക്യൂളിനെ എന്താണ് അറ്റാക്ക് ചെയ്ത് CH2Cl2 ഉണ്ടാവാം. അപ്പൊ അങ്ങനെയാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3Cl ആയിരിക്കും അല്ലേ, ക്ലോറോമീഥേൻ ആയിരിക്കും. പക്ഷെ അവിടെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഡൈക്ലോറോമീഥേൻ ഉണ്ടാവാം, ട്രൈക്ലോറോമീഥേൻ ഉണ്ടാവും, കാർബൺ ടെട്രാക്ലോറൈഡ് അതും ഉണ്ടാവാം. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞ പ്രൊപ്പഗേഷൻ ആണ് പറയുന്നുണ്ട്. CH2Cl ഫ്രീ റാഡിക്കൽ പോയി വേറെ ക്ലോറിൻ മോളിക്യൂളായിട്ട് അറ്റാക്ക് ചെയ്ത് CH2Cl2 ഉണ്ടാവും. അടുത്ത മൂന്നാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ആണ്. The reaction stops after some time due to consumption of reactants or due to the following side reaction. ഇപ്പൊ എന്താണ്? ഒന്നെങ്കിൽ നമ്മുടെ റിയാക്ടൻസിന്റെ കൺസംഷൻ കാരണം നമ്മൾ പ്രൊപ്പഗേഷൻ നിൽക്കാം, അല്ലെങ്കിൽ വേറെ റിയാക്ഷൻ നടന്നും ടെർമിനേറ്റ് നടക്കാം. ആ സൈഡ് റിയാക്ഷൻസ് എന്താണ്? ഒന്ന് നമ്മുടെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് നമ്മൾ കമ്പൈൻ ചെയ്ത് Cl2 ആയിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മുടെ മീഥൈൽ ഫ്രീ റാഡിക്കൽസ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഈഥനായിട്ട് പോവാം, അല്ലെങ്കിൽ CH2Cl. തെറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. CH3 ഫ്രീ റാഡിക്കലും Cl ഫ്രീ റാഡിക്കലും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് CH3Cl ഉണ്ട്. അപ്പം ബാക്കിയുള്ള ഫ്രീ റാഡിക്കൽസ് നമ്മൾ കമ്പൈൻ ചെയ്ത് പിന്നെ റിയാക്ട് ചെയ്യാൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയിൻ ടെർമിനേറ്റ് ചെയ്യും. So in CH3Cl, the one of the products is formed but free radicals are consumed and the chain is terminated. The above mechanism helps us to understand the reason for the formation of ethane as a byproduct. അപ്പൊ എന്താണ് ഈഥേൻ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതിന്റെ കാരണം നമുക്ക് ഈ ചെയിൻ ടെർമിനേറ്റിംഗ് സ്റ്റെപ്സിൽ കാണാം അല്ലേ. 2 CH3 ഫ്രീ റാഡിക്കൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്താണ് നമുക്ക് ഈഥേൻ ഇവിടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, സെക്കൻഡ് റിയാക്ഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പറയും. അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് combustion reaction. Alkanes on heating in the presence of air or dioxygen are completely oxidized to carbon dioxide and water with the evolution of large amount of heat. Alkanes നമ്മൾ കമ്പഷൻ നടത്തിയാൽ എന്താണ് ഇവിടെ ബൈ പ്രൊഡക്ഷൻ നമുക്ക് അവസാനം കിട്ടുന്ന പ്രൊഡക്ഷൻ എന്തായിരിക്കും? CO2 H2 ആയിരിക്കും. ഏതൊരു ആൽക്കേനെ കമ്പഷൻ നടത്തിയാൽ നമുക്ക് CO2 H2 ആയിരിക്കും കിട്ടുന്നത് അല്ലെ. എയറിന്റെ പ്രസൻസിൽ ഡയോക്സൈഡ് പ്രസൻസിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ നമുക്ക് CO2 H2 കിട്ടും. നമുക്ക് മീഥേന്റെ കമ്പഷൻ നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പഷൻ നമുക്ക് എന്താണ് -890 kJ per mole ആണ്. ബ്യൂട്ടൈൻ്റെത് -2875. അപ്പം കമ്പഷന്റെ ജനറൽ ഫോർമുല കൂടെ തന്നിട്ടുണ്ട്. CnH2n + 2 + 3n + 1/2 O2 gives NCO2 + n + 1 H2O. ഓക്കെ, ഇതാണ് കമ്പഷന്റെ ജനറൽ ഫോർമുല. ഡ്യൂ ടു ദ എവല്യൂഷൻ ഓഫ് ലാർജ് അമൗണ്ട്സ് ഓഫ് ഹീറ്റ് നമുക്ക് നോക്കുമ്പോൾ ഡെൽറ്റ CH എന്താണ് എല്ലാത്തിനും വളരെ വലിയ വാല്യൂസ് ആണല്ലേ. മീഥേന്റെ -890, ബ്യൂട്ടൈന്റെ -2875 വളരെ വലിയ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആൽക്കെയിൻസിനെ നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡ്യൂറിംഗ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ആൽക്കെയിൻസ് വിത്ത് ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എയർ ഓർ ഡൈഓക്സിജൻ കാർബൺ ബ്ലാക്ക് ഇസ് ഫോം വിച്ച് ഈസ് യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഇങ്ക്, പ്രിന്റർ ഇങ്ക്, ബ്ലാക്ക് പിഗ്മെന്റ്സ് ആൻഡ് ഫിൽട്ടേഴ്സ്. ഇപ്പൊ നമ്മൾ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടത്തിയാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടത്തിയാൽ എനിക്ക് എന്താണ്
ഇൻകംപ്ലീറ്റ് ഇൻസഫിഷ്യന്റ് എയർ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡയോക്സിന് വളരെ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാനുള്ള ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് കാർബൺ ബ്ലാക്ക്. കാർബൺ ബ്ലാക്ക് എന്താണ്? അത് ഇങ്കിന്റെ മാനുഫാക്ചറിൽ അല്ലെങ്കിൽ പ്രിന്റർ ഇങ്ക്, ബ്ലാക്ക് പിഗ്മെന്റ്സ് ഇതിന്റെ എല്ലാം മാനുഫാക്ചറിൽ ഉപയോഗിക്കാറുണ്ട്. ആ റിയാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. CH4 നമ്മൾ O2 ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴി നമുക്ക് കാർബൺ ബ്ലാക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അടുത്ത മൂന്നാമത്തത് കൺട്രോൾഡ് ഓക്സിഡേഷൻ. Alkanes on heating with a regulated supply of dioxygen or air at high pressure and in the presence of suitable catalyst gives a variety of oxidation products. അപ്പൊ കൺട്രോൾഡ് ഓക്സിഡേഷൻ നടത്താണ്. എന്താണ്? ഓക്സിജൻ കൊടുക്കുന്നു, റെഗുലേറ്റ് ചെയ്ത് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു അറ്റ് ഹൈ പ്രഷർ. ഒരു കാറ്റലിസ്റ്റും കാണും. അപ്പൊ നോക്കാം, കോപ്പർ കാറ്റലിസ്റ്റ് 523 കെൽവിൻ 100 അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് അവിടെ എന്ത് കിട്ടി? മെത്തനോൾ കിട്ടി. അപ്പൊ കോപ്പർ 523 കെൽവിൻ 100 അറ്റ്മോസ്ഫിയർ, ഇത് നമുക്ക് എന്താണ്? നമുക്ക് ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. ഇനി അതല്ല, MO2O3 കാറ്റലിസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന എന്താണ്? ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്, മെത്തനാളാണ്. ഇനി അതല്ല, മാംഗനീസ് അസിറ്റേറ്റ്, അത് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു, അതാണ് നമുക്ക് ആസിഡ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റും കണ്ടീഷൻസ് മാറ്റി നമുക്ക് എന്താണ് കിട്ടുന്ന ഓക്സിഡേഷൻ പ്രോഡക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്നേ ആൽക്കഹോൾ ആക്കാം, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആക്കാം, അല്ലെങ്കിൽ ഫുള്ളി നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് വരെ എത്തും. Resist oxidation, but alkanes having tertiary hydrogen atom can be oxidized to corresponding alcohols by potassium permanganate. ഇപ്പൊ ടെർസറി ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കാം, കാർബൺ. ഓക്കെ, നോക്കാം, ഇവിടെ നമുക്ക് ഐസോബ്യൂട്ടേൻ തന്നിട്ടുണ്ടല്ലേ. ഐസോബ്യൂട്ടേനെ നമ്മൾ KMnO4 ഓക്സിഡേഷൻ നടത്തിയാൽ ആ ടെർസറി ഹൈഡ്രജൻ എന്താണ്? അത് OH ഗ്രൂപ്പ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ നമുക്ക് 2-methyl propane 2 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ഐസോമറൈസേഷൻ. ഓക്കെ, N-alkanes എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഐസോമറൈസ് ടു ബ്രാഞ്ച് ചെയിൻ ആൽക്കെയിൻസ്. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ചെയിനെ ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് HCl. അപ്പൊ നമുക്കിവിടെ N-ഹെക്സൈൻ, അത് നമ്മൾ ഇത് വെച്ച് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ബ്രാഞ്ചിങ് ഉണ്ടായി. ഒന്ന് 2-methyl pentane ഉണ്ടായി, 3-methyl pentane ഉണ്ടായി. ഇങ്ങനെ ബ്രാഞ്ചിങ് ഇപ്പൊ ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്ട്സ്. മൈനർ പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്, അത് നമ്മൾ ഇവിടെ എഴുതത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് മേജർ പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പം അനൈസ് അലൂമിനിയം ക്ലോറൈഡ് പ്ലസ് HCl നമ്മൾ ചെയ്താൽ നമുക്ക് ബ്രാഞ്ച് ആക്കി മാറ്റാം N-alkanes. അടുത്ത റിയാക്ഷൻ അരോമറ്റൈസേഷൻ. N-alkanes having 6 or more carbon atoms on heating to 773 Kelvin at 10 to 20 atmospheric pressure in the presence of vanadium, molybdenum or chromium supported over alumina get dehydrogenated and cyclized to benzene and its homologues. This reaction is known as aromatization or reform. ഇപ്പൊ എന്താണ്? 6 അതിലധികമോ മെമ്പേഴ്സ് ഉള്ള സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിൻസ്, കാരണം നമ്മൾ ക്രോമിയം അല്ലെങ്കിൽ വനേഡിയത്തിന്റെ അല്ലെങ്കിൽ മോളിബ്ഡേനത്തിന്റെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ 773 കെൽവിൻ 10 to 20 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ എന്താണ്? അത് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. ഈ കോമ്പൗണ്ടിനാണ് നമ്മൾ, ഈ പ്രോസസ്സിനാണ് നമ്മൾ അരോമാറ്റൈസേഷൻ അല്ലെങ്കിൽ റീഫോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, നമുക്ക് N-ഹെക്സൈൻ നമ്മൾ ബെൻസീൻ ആക്കി. ഓക്കെ, അടുത്ത റിയാക്ഷൻ വിത്ത് സ്റ്റീം. Methane reacts with steam at 1273 Kelvin in the presence of nickel catalyst to form carbon monoxide and dihydrogen. അപ്പൊ മീഥേൻ നമ്മൾ സ്റ്റീം ഇൻ പ്രസൻസ് ഓഫ് 1273 കെൽവിൻ. അപ്പൊ ഇതിന് നമ്മൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് COH2. അപ്പൊ ഇതിന് നമ്മൾ വിളിക്കുന്ന സാധനമാണ് വാട്ടർ ഗ്യാസ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത റിയാക്ഷൻ പറയാനുള്ളത് പൈറോലിസിസ്. എന്താണ് പൈറോലിസിസ്? ഹയർ ആൽക്കെയിൻസ് ഓൺ ഹീറ്റിംഗ് ടു ഹയർ ടെമ്പറേച്ചർ ഡീകമ്പോസ് ഇൻടു ലോവർ ആൽക്കെയിൻസ്. ഇപ്പം ഹയർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻ ചെയിൻസിനെ നമുക്ക് ലോവർ നമ്പർ ഓഫ് ആൽക്കെയിൻ ചെയിൻസ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് പൈറോലിസിസ്. അപ്പൊ എന്താണ്? നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ലോവർ ആൽക്കെയിൻസ് ആയിട്ട് മാറുന്നു. സച്ച് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇൻ സ്മോളർ ഫ്രാഗ്മെന്റ്സ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഇസ് കോൾഡ് പൈറോലിസിസ് ഓർ ക്രാക്കിംഗ്. അപ്പൊ ഹയർ ആൽക്കെയിൻസിനും ലോവർ ആൽക്കെയിൻസിനും നമ്മൾ ഹീറ്റ് ചെയ്ത് ആക്കി മാറ്റുന്നതിന് നമ്മൾ
പൈറോലിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കാം അവിടെ C6H14 ഹെക്സേനെ നമ്മൾ പൈറോലിസിസ് ചെയ്ത് ഹെക്സീൻ ആക്കി, ബ്യൂട്ടീൻ ആക്കി, പ്രൊപ്പീൻ ആക്കി. അതിന്റെ കൂടെ ഇവിടെ നമുക്ക് ഈഥേനും കിട്ടുന്നുണ്ട്, ഇത്തീനും കിട്ടുന്നുണ്ട്, മീഥേനും കിട്ടുന്നുണ്ട്. ഓക്കെ. പൈറോലിസിസ് ഓഫ് ആൽക്കെയിൻസ് ഇസ് ബിലീവ് ടു ബി എ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ. എന്താണ് ഇതൊരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഓയിൽ ഗ്യാസ് ഓർ പെട്രോൾ ഗ്യാസ് ഫ്രം കെറോസിൻ ഓയിൽ ഓർ പെട്രോൾ ഇൻവോൾവ് ദി പ്രിൻസിപ്പിൾ ഓഫ് പൈറോലിസിസ്. ഇപ്പൊ എന്താണ് നമ്മൾ പെട്രോളിൽ നിന്ന് അല്ലെങ്കിൽ കെറോസിൻ ഓയിലിൽ നിന്ന് ഓയിൽ ഗ്യാസോ പെട്രോൾ ഗ്യാസോ ഉണ്ടാക്കുന്നത് പൈറോലിസിസ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ ഡോഡെക്കെയിൻ. ഡോഡെക്കെയിൻ എന്ന് വെച്ചാൽ 12 കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻ ചെയിൻ. എ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് കെറോസിൻ ഓയിൽ on heating to 973 Kelvin in the presence of platinum, palladium or nickel gives a mixture of heptane and pentene. അപ്പൊ ഡോഡെക്കെയിൻ നമ്മൾ പൈറോലിസിസ് നടത്തിയാൽ നമുക്ക് ഹെപ്റ്റേനും പെന്റീനും കിട്ടും. ഓക്കെ. ഇത് പറയുന്നത് കൺഫർമേഷൻ. Alkanes contain carbon-carbon sigma bonds. Electron distribution of the sigma molecular orbital is symmetrical around the internuclear axis of the carbon-carbon bond, which is not disturbed due to rotation about its axis. ഇപ്പൊ കാർബൺ കാർബൺ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് എന്താണ് അവർ തമ്മിൽ അവരുടെ ബോണ്ടിൽ ആക്സിസ് തമ്മിൽ റൊട്ടേറ്റ് ചെയ്താലും അത് ഡിസ്റ്റർബ് ആകത്തില്ല, അത് യൂണിഫോം ആയിരിക്കും. ദിസ് പെയർ മീൻസ് ഫ്രീ റൊട്ടേഷൻ അബൌട്ട് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. അപ്പൊ എന്താണ് ഈ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എന്താണ് ഫ്രീ റൊട്ടേഷൻ എന്താണ് അവിടെ പെർമിറ്റ് ചെയ്യുന്നു. ദിസ് റൊട്ടേഷൻ റിസൾട്ട്സ് ഇൻ ടു ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ് ഇൻ സ്പേസ് വിച്ച് ക്യാൻ ചേഞ്ച് ഇൻ ടു വൺ ആറ്റം. ഇല്ല, അപ്പൊ ഈ ഇങ്ങനെ റൊട്ടേഷൻ നടക്കുന്ന എന്താണ് കൊണ്ട് തന്നെ നമുക്ക് പല അറേഞ്ച്മെന്റ്സ് നടത്താൻ പറ്റും. Such spatial arrangements of atoms which can be converted into one another by rotation around a carbon-carbon sigma bond are called conformations or conformers or rotamers. ഇപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഫോമിനെ വേറെ ഫോമാക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ വേറെ വേറെ ഫോം എന്താണ് ഒരേ അറേഞ്ച്മെന്റും ഒരേ സ്ട്രക്ചറും വേറെ വേറെ അറേഞ്ച്മെന്റ് അല്ലേ ഉള്ള ഈ കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടാമേഴ്സും കൺഫോമേഴ്സും. ആൽക്കെയിൻസ് can thus have infinite number of conformations by rotation around carbon-carbon sigma bonds. ഇപ്പൊ കാർബൺ കാർബൺ സിഗ്മ ബോൺസിന് റൊട്ടേഷൻ വഴി നമുക്ക് ഒരുപാട് കൺഫേമേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫേമേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഹൗവർ ഇറ്റ് മേ ബി റിമെമ്പർ ദാറ്റ് റൊട്ടേഷൻ അറൗണ്ട് എ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ. ഇറ്റ് ഈസ് ഹിൻഡർഡ് ബൈ എ സ്മോൾ എനർജി ബാരിയർ ഓഫ് 1 to 20 കിലോജൂൾ പെർ മോൾ ഡ്യൂ ടു വീക്ക് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി അഡ്ജസന്റ് ബോണ്ട്സ്. ഇപ്പൊ എന്താണ് ഈ ബോണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, ഇവർക്കൊരു എനർജി ബാരിയർ ഉണ്ട് 20 കിലോജൂൾ 1 to 20 കിലോജൂൾ പെർ മോൾ എനർജി ബാരിയർ ഉണ്ട് എന്താണ് ഈ റൊട്ടേഷന് ഹിൻഡർ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഈ such a type of repulsive interaction is called a torsional strain. ഈ റിപ്പൾഷൻ ബോണ്ട് റിപ്പൾഷൻ കാരണം റൊട്ടേഷൻ ഹിൻഡർ ചെയ്യുന്നതിനെ നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺഫർമേഷൻസ് ഓഫ് ഈഥേൻ ആണ്. ഈഥേൻ മോളിക്യൂൾ കണ്ടെയ്ൻസ് എ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് വിത്ത് ഈച്ച് കാർബൺ ആറ്റം അറ്റാച്ച് ടു 3 ഹൈഡ്രജൻ ആറ്റം അല്ലേ. നമുക്ക് ഈഥേന് CH3CH അപ്പൊ ഓരോ കാർബൺ എന്താണ് 3 ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ടഡ് ആണ്. കൺസിഡറിംഗ് ദി ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഓഫ് ഈഥേൻ, keep one carbon atom stationary and rotate the other carbon atom around the carbon carbon axis. This rotation results in the infinite number of spatial arrangements of hydrogen atoms attached to one carbon atom with respect to the hydrogen atom attached to the other carbon. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ ആറ്റം അല്ലേ. അപ്പൊ ഓരോ കാർബണിലും 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പൊ ഒരു കാർബൺ ആറ്റത്തിന് സ്റ്റേഷനറി ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ മറ്റേ ഹൈഡ്രജൻ ആറ്റത്തിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് കൺഫർമേഷൻസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കൺഫർമേഷൻസ് നമ്മൾ കൺഫർമേഷൻ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൺഫർമേഴ്സ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ സാധനമാണ് ഇത് അല്ലേ. അതിന് ഹൈഡ്രജൻ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈ ഹൈഡ്രജന് നേരെയായിരുന്നു ഈ ഹൈഡ്രജൻ നിന്നത് അല്ലേ. ഈ ഹൈഡ്രജൻ ഓവർലാപ്പ് ചെയ്താണ് ഈ ഹൈഡ്രജൻ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ എന്താണ് റൊട്ടേഷൻ നടന്നതുകൂടി ആ ഹൈഡ്രജൻ റൊട്ടേറ്റ് ചെയ്തു. നമുക്ക് ഈ ഫ്രണ്ടിൽ നോക്കിയാൽ ഈ ഹൈഡ്രജൻ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ കേസിൽ നമുക്ക് ഫ്രണ്ടിലെ ഹൈഡ്രജൻ നിൽക്കുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. Thus, there are infinite number of conformations of ethane. However, there are 2 extreme cases. One such conformation in which hydrogen atoms attached to 2 carbon atoms are close together as possible is called eclipsed form. അല്ലേ. ഫ്രണ്ടിൽ നിൽക്കുന്ന ഹൈഡ്രജന്റെ അതേ കൺഫർമേഷന് ബാക്ക് നിൽക്കുന്ന ഹൈഡ്രജൻ നിൽക്കുന്നു. അതാണ് ഈ കാണിക്കുന്ന എക്ലിപ്സ് ഫോം അല്ലേ. ബാക്കിലുള്ള ഈ ഹൈഡ്രജനെ കവർ ചെയ്ത് ഈ ഫ്രണ്ടിലുള്ള ഹൈഡ്രജൻസ് വരും. അതാണ് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. And the other in which hydrogens are as far as possible is known as the staggered conformation അല്ലേ. അപ്പം ഹൈഡ്രജൻ തമ്മിൽ ഏറ്റവും ഡിസ്റ്റൻസിൽ നിൽക്കുന്ന കൺഫർമേഷൻ അതാണ് സ്റ്റാഗേർഡ് ഫോം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ നിന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ഫോമിൽ ഹൈഡ്രജൻ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിൽ വന്നു. അതാണ് സ്റ്റാഗേർഡ് ഫോം. ഇതിനിടയിൽ വരുന്ന കൺഫർമേഷൻസ് അല്ലേ. റൊട്ടേഷൻ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻ ഉണ്ടാവും.
അപ്പൊ ഇത് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴെ എത്തുന്നവരെ ഇടയിൽ എന്താണ് ഒരുപാട് കൺഫർമേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൺഫർമേഷനെ എല്ലാം നമ്മൾ എന്താണ് സ്ക്യൂ കൺഫർമേഷൻ എന്ന് വിളിക്കുന്നത്. It may be remembered that in all the conformations, the bond angles and the bond lengths remain the same. Eclipse and the staggered form conformations can be represented by Sohers and Newman products. അപ്പൊ എന്താണ് ഏത് കൺഫർമേഷൻ ഫോം ആണെങ്കിലും അതായത് ബോണ്ട് ലെങ്ത് ബോണ്ട് ആംഗിൾ എന്താണ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എക്ലിപ്സ് സ്റ്റാഗേർഡ് ഫോംസ് ഒക്കെ സോഹേഴ്സും ന്യൂമാൻ പ്രൊജക്ട്സും വഴിയൊക്കെ കാണിക്കാം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. താങ്ക് യു.